തൂത്തുക്കുടിയിലെ വിവേകാനന്ദ റോഡിലെ ആ തെരുവിൽ അന്ന് രാത്രി 8 മണിയോടെ വീടിന് പുറത്തു നിന്നിരുന്ന പ്രദേശവാസികൾ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്ന ഒരു സ്ത്രീയെ കണ്ണിമ വെട്ടാതെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണമുണ്ട്. ആ സ്ത്രീയും അവളുടെ ഭർത്താവും ആ വഴിയിലുള്ള ഒരു വാടക വീട്ടിൽ 2 ദിവസം മുൻപാണ് താമസം മാറി വന്നത്. പക്ഷെ അതൊരു പ്രശ്നമല്ല. അവിടെ എത്തിയ 2 ദിവസങ്ങളിലും അവൾ കടയിലേക്ക് പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും ആ പ്രദേശത്തെ പുരുഷന്മാരെ ഒരു മൃദുവായ പുഞ്ചിരിയോടുകൂടി നോക്കി കടന്നു പോകുമായിരുന്നു. അതിലുപരി ആ പുതിയ ദമ്പതികളെ കണ്ടപ്പോൾ ഭർത്താവ് വളരെ ചെറുപ്പക്കാരനും പക്ഷെ ഭാര്യ അവനേക്കാൾ ചില വയസ്സ് മൂത്തവളായും തോന്നിയിരുന്നു. അതിനാൽ ആ പ്രദേശവാസികൾ തമ്മിൽ ചർച്ച നടത്തിയത് ഇങ്ങനെയായിരുന്നു: ഇവർ ശരിക്കും വിവാഹിതരായ ദമ്പതികളാണോ, അതോ ഇവർക്കിടയിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അന്നും കടയിൽ പോയി മടങ്ങിയ സ്ത്രീ വീട്ടിൽ കയറി വാതിൽ അടച്ചു. രാത്രി പതിവ് പോലെ കടന്നുപോയി. അങ്ങനെ അടുത്ത ദിവസം എത്തി. പക്ഷെ അന്നത്തെ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് ആ തെരുവിൽ വല്ലാത്ത വിചിത്രമായൊരു ദുർഗന്ധം വരാൻ തുടങ്ങി. ആദ്യം ചപ്പ് ചവറിന്റെ വേസ്റ്റിന്റെ ഒക്കെ ഗന്ധമായിരിക്കും എന്നെല്ലാവരും കരുതി അവഗണിച്ചു. പക്ഷെ സമയം കടന്നു പോകുന്തോറും ആ ഗന്ധം സഹിക്കാനാകാതെയായി. മൃതശരീരത്തിൽ നിന്നും വരുന്ന ദുർഗന്ധം പോലെ തോന്നി. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അത് വരുന്നത് ഈ പുതിയ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നാണെന്ന് കണ്ടെത്തി. എന്നാൽ ആ വീടിന്റെ മുൻവാതിൽ പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. അസഹനീയമായ ദുർഗന്ധവും പുറത്തു നിന്ന് പൂട്ടിയ ആ വീടും പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. അതോടൊപ്പം അത് വീടിനുള്ളിൽ നടന്ന ആ നരഹത്യയെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു കാരണവുമായി മാറി. 2019 തൂത്തുക്കുടിയിൽ നടന്ന വളരെ വ്യത്യസ്തമായ ഒരു കൊലപാതകം. ഇതിൽ കൊല്ലപ്പെട്ടത് ആരാണ്, കൊന്നതാരാണ്, എന്തിനാണ് ഈ കൊലപാതകം നടന്നത്? ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ പിന്തുണയും ഇതുപോലെ പുറത്തു വരാത്ത യഥാർത്ഥ കേസുകളിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് വലിയ സഹായമായിരിക്കും. ആ പൂട്ടിയ വീട്ടിൽ നിന്നും വരുന്ന അസാധാരണമായ ദുർഗന്ധം കണ്ട പ്രദേശവാസികൾ ഉടൻ തന്നെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസും സംഭവ സ്ഥലത്തെത്തി. ദുർഗന്ധം വളരെ ഭീകരമായതിനെ തുടർന്ന് അവർ മാസ്ക് ധരിച്ച് ആ വാതിൽ പൊളിച്ചു. അകത്ത് കണ്ട ആ കാഴ്ച അവരെ ഒന്നടങ്കം നിശബ്ദരാക്കി. അവിടെ ഒരു സ്ത്രീയുടെ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ ഒരു മൃതശരീരം കിടക്കുന്നു. ആ വീടിന്റെ ഉടമയെ ചോദ്യം ചെയ്തപ്പോൾ 2 ദിവസം മുൻപ് കറുപ്പുസ്വാമി എന്ന ഒരു ഓട്ടോ ഡ്രൈവറും ഭാര്യ കവിതയും ഈ വീട്ടിൽ താമസം തുടങ്ങി എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ വരുന്ന ചോദ്യം, മരിച്ചത് കറുപ്പുസ്വാമിയുടെ ഭാര്യ കവിതയാണോ, അല്ലെങ്കിൽ ഇവർ 2 പേരും ചേർന്ന് മറ്റാരെയെങ്കിലും കൊന്നിട്ട് കത്തിച്ച് നശിപ്പിച്ചിട്ട് ഇവിടെ നിന്നും അവർ 2 പേരും രക്ഷപ്പെട്ടോ? ഈ ഒരു ചോദ്യമായിരുന്നു പോലീസിന് മുന്നിൽ വന്നത്. അങ്ങനെ ഈ ഒരു കേസിന്റെ തുടക്കം തന്നെ വലിയൊരു രഹസ്യമായിരുന്നു. കറുപ്പുസ്വാമിയെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസിന് വലിയൊരു ലീഡ് ലഭിക്കൂവെന്നും പോലീസിന് മനസ്സിലായി. കൂടാതെ ഒരു വിവരം കൂടെ പുറത്തു വന്നു. കൊലപാതകം നടന്ന 2 ദിവസം മുൻപ് മുത്തുരാജ എന്ന വ്യക്തി വടപ്പക്കം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ ഭാര്യയായ കവിതയെ കാണാനില്ല എന്നൊരു പരാതി നൽകിയിരുന്നു. അതായത് കത്തിക്കരിഞ്ഞ മൃതദേഹവും മുത്തുരാജ പറഞ്ഞ ഈ കാണാതായ കവിതയും ഒരേ വ്യക്തി ആയിരിക്കാമോ എന്ന സംശയം പോലീസിന് വന്നു. ആ സംശയം വളരെ ശക്തമായി. പോലീസ് കവിതയുടെ തിരിച്ചറിയലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുത്തുരാജ പറഞ്ഞത് അവൾ എപ്പോഴും ഒരു വജ്രം കൊണ്ടുള്ള നോസ്റ്റെട്ട് ധരിച്ചിരിക്കും, മൂക്കുത്തി. അതൊരിക്കലും അവൾ അഴിച്ചു മാറ്റത്തേ ഇല്ല എന്ന്. പോലീസ് ആ മൃതദേഹം പരിശോധിച്ചപ്പോൾ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണെങ്കിൽ കൂടിയും ആ സ്ത്രീയുടെ മൂക്കിൽ ഒരു വജ്ര നോസ്പിൻ ഇപ്പോഴും ഉള്ളതായി സ്ഥിരീകരിച്ചു. മുത്തുരാജ് പരാതി നൽകിയ പോലീസ് സ്റ്റേഷൻ വരുന്ന പ്രദേശവും കൊല നടന്ന വീടുള്ളതും തൂത്തുക്കുടിയിൽ ഏകദേശം അടുത്തടുത്ത പ്രദേശങ്ങൾ തന്നെയായിരുന്നു. കൂടാതെ ആ വീട്ടിൽ താമസിച്ചിരുന്ന പേരും മുത്തുരാജ് പറഞ്ഞ സ്ത്രീയുടെ പേരും കവിത. ഇരുവർക്കും ഒരേ പേര്. അതുപോലെ മുത്തുരാജ് പറഞ്ഞതുപോലെ ആ മൃതദേഹത്തിന്റെ മൂക്കിൽ ഒരു മൂക്കുത്തി കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ കവിതയെ കാണാതായി 2 ദിവസമായി. അതുപോലെ കറുപ്പുസ്വാമിയുടെ കൂടെ കവിത ഈ വീട്ടിലേക്ക് താമസത്തിന് വന്നതും 2 ദിവസം മുൻപാണ്. അപ്പോൾ തമ്മിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ വീട്ടിൽ കണ്ടത് 32 വയസ്സുള്ള കവിതയുടെ മൃതദേഹമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മൃതദേഹം കവിതയുടേതാണെന്ന് സ്ഥിരീകരിച്ച ശേഷം മുഴുവൻ പോലീസ് വിഭാഗത്തിന്റെയും ശ്രദ്ധ കറുപ്പുസ്വാമിയെ ലക്ഷ്യം വെച്ചു. ആ പ്രദേശത്തിലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ ചെന്ന് കറുപ്പുസ്വാമിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു മറുപടി, അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന്. അതിനുശേഷം കറുപ്പുസ്വാമിയുടെ ഫോൺ സിഗ്നൽ പരിശോധിച്ചു. അവൻ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചു.
പരിശോധനയിൽ കറുപ്പുസ്വാമി തൂത്തുക്കുടി വിട്ട് പുറത്തൊരു പട്ടണത്തിൽ പോയതായി കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിൽ അവൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി തിരുപ്പൂരിലേക്ക് ഒളിച്ചോടിയെന്നും അവിടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ തങ്ങുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തി. കൃത്യമായ സ്ഥലം കണ്ടെത്തിയ പോലീസ് യാതൊരു താമസവുമില്ലാതെ ആ രാത്രിയോടെ ആ പ്രദേശം വളഞ്ഞ് കറുപ്പുസ്വാമി അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വന്നു. തിരുപ്പൂരിലെ പല്ലടത്താണ് കവിതയുടെ സ്വദേശം. അവിടെ പെരുമാൾ എന്നയാളുമായി ഈ കവിത വിവാഹിതയായി. 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആദ്യകാല ജീവിതം വളരെ സുഖമായിരുന്നു. എന്നാൽ പിന്നീട് പ്രശ്നങ്ങളും കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വന്നു. പ്രശ്നം വലുതായി. 2017 കവിത പെരുമാളിൽ നിന്നും വിവാഹമോചനം നേടി. കുട്ടികൾ പെരുമാളിനൊപ്പം തന്നെ പോയി. വിവാഹമോചനത്തിന് ശേഷം മുൻ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒഴിവാക്കാൻ കവിത തീരുമാനിച്ചു. ചില പരിചയക്കാരുടെ സഹായത്തോടെ കവിത തൂത്തുക്കുടിയിലേക്ക് മാറി. അവിടെ ദയാപുരം ഭാഗത്തുള്ള ഒരു ലോറി ഷെഡിൽ അക്കൗണ്ടന്റായി അവൾക്ക് ജോലി ലഭിച്ചു. ആദ്യം ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പണം ഒരുപാട് സമ്പാദിക്കണം, ആഡംബരമായി ജീവിക്കണം, ഇതൊക്കെയായിരുന്നു കവിതയുടെ ലക്ഷ്യം. ജോലി ഷെഡിനടുത്തായി ഒരു ഐസ് ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെയാണ് 29 വയസ്സുള്ള എഡ്വിൻ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്ന സ്ഥലം അടുത്താണ്. ചായക്കട, ലഞ്ച് ബ്രേക്ക്, ഇതൊക്കെ കാരണം ഈ 2 പേരും ഇടയ്ക്കിടെ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. ഈ ഒരു പരിചയം അടുത്ത ഘട്ടത്തിലേക്ക് മറ്റൊരു ബന്ധമായി മാറി. ഒടുവിൽ അവർ വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, എഡ്വിനേക്കാൾ 3 വയസ്സ് കൂടുതലാണ് കവിതയ്ക്ക്. എങ്കിലും എനിക്കൊരു സുന്ദരിയായ ഭാര്യയെ കിട്ടി എന്ന അഭിമാനത്തോടെ എഡ്വിൻ സന്തോഷത്തോടു കൂടിയായിരുന്നു ജീവിച്ചത്. പക്ഷെ ആ സന്തോഷം കൂടുതൽ ദിവസം നീണ്ടു നിന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങി. കവിത ജോലി ചെയ്യുന്നിടത്ത് ഏറെ പുരുഷന്മാരുണ്ടായിരുന്നു. അതൊരു ലോറി ഷെഡ് അല്ലേ, സ്വാഭാവികം, പുരുഷന്മാർ മാത്രമേ കാണുകയുള്ളൂ. അതിൽ പലരുമായും കവിത അതിര് കടന്ന് പെരുമാറാറുണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യം സാധാരണ എടുത്ത എഡ്വിൻ പിന്നീട് അതിനെക്കുറിച്ച് കവിതയോട് ചോദിച്ചപ്പോൾ അവർക്കുള്ളിൽ തർക്കങ്ങൾ വരാൻ തുടങ്ങി. ബന്ധത്തിൽ ചില വിള്ളലുകളും വീണു. അതേസമയം കവിതയ്ക്ക് അവിടെ ജോലി ചെയ്യുന്ന മുത്തുരാജ് എന്നയാളുമായി ഒരു ബന്ധം വളരാൻ തുടങ്ങി. മുത്തുരാജുമായി അടുത്ത ബന്ധത്തിലായി. അവസാനം ഈ എഡ്വിനുമായുള്ള ബന്ധം തകരുമ്പോൾ കവിത എഡ്വിനെ ഉപേക്ഷിച്ച് ഈ മുത്തുരാജിനൊപ്പം താമസിക്കാൻ തുടങ്ങി. മുത്തുരാജിനൊപ്പം താമസിച്ചിട്ട് കൂടിയും കവിത ആ ലോറി ഷെഡിലെയും സമീപ പ്രദേശങ്ങളിലെയും 10,000-ത്തിലധികം പുരുഷന്മാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയതായി പറയപ്പെടുന്നു. ഇതൊന്നും മുത്തുരാജിന് സഹിക്കാനായില്ല. കവിതയെ പലതവണ ഉപദേശിച്ചു നോക്കി. പക്ഷെ അവൾ അതൊന്നും കേട്ടില്ല. ഒരു ഘട്ടത്തിൽ മുത്തുരാജ് കവിതയെ മർദ്ദിക്കാൻ വരെ തുടങ്ങി. ഇവൾക്ക് പരിചയമുള്ള ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ 27 വയസ്സുകാരനായ ഓട്ടോ ഡ്രൈവർ കറുപ്പുസ്വാമി എന്ന ആളുണ്ടായിരുന്നു. ഈ കറുപ്പുസ്വാമിയോട് ഒരു ദിവസം കവിത വന്ന് പറഞ്ഞു, എന്നെ മുത്തുരാജ് എല്ലായ്പ്പോഴും മദ്യപിച്ചു കൊണ്ടുവന്ന് മർദ്ദിക്കാറുണ്ടായിരുന്നു. അവനോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. സത്യത്തിൽ കവിതയെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ അങ്ങ് മയങ്ങിപ്പോയ കറുപ്പുസ്വാമി കവിത പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവൾ എങ്ങനെയായിരുന്നാലും എനിക്കതിൽ പ്രശ്നമില്ല, അവൾ എൻ്റെ ഭാര്യയായി വന്നാൽ മാത്രം മതി. ഈയൊരാഗ്രഹത്തിൽ നീ നിന്റെ ഭർത്താവിനെ വിട്ട് എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ വിവാഹം ചെയ്യാം, നമുക്കൊരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു. ഇതേ തുടർന്ന് ഈ കവിത മുത്തുരാജിനൊപ്പം താമസിച്ചിരുന്ന ആ വീട് വിട്ട് കൊലപാതകത്തിന് 2 ദിവസം മുൻപ് 2019 നവംബർ മാസം 7-ന് കറുപ്പുസ്വാമിയുമായി ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ തൂത്തുക്കുടിയിലെ വിവേകാനന്ദ നഗറിലെ ആ വാടക വീട്ടിലേക്ക് മാറി. കവിത തന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരുന്നത് കണ്ട കറുപ്പുസ്വാമി ഇനി അവൾ എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങി. പക്ഷെ കവിത സാധാരണ സ്ത്രീ അല്ലല്ലോ. അവൾ പറഞ്ഞത്, എനിക്ക് നിന്നേക്കാൾ പ്രായം കൂടുതലാണ്, അതുകൊണ്ട് നീ പറയുന്നത് അങ്ങനെ കണ്ണടച്ച് കേൾക്കാൻ എനിക്ക് പറ്റില്ല, അതെനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞ് അവനെ അവഗണിച്ചു. ആ വീട്ടിലെത്തിയത് മുതൽ കവിത ഫോൺ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലായിരുന്നു. അങ്ങനെയാണ് 2019 നവംബർ മാസം 9 കറുപ്പുസ്വാമി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കവിത ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇപ്പൊ കറുപ്പുസ്വാമി ചോദിച്ചപ്പോൾ അതെന്റെ അനുജനോടാണ് സംസാരിക്കുന്നതെന്ന് അവൾ മറുപടി പറഞ്ഞു. ചില നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫോൺ വിളി. ഇക്കാര്യം ശ്രദ്ധിച്ച കറുപ്പുസ്വാമി ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മാമനാണെന്ന് അവൾ മറുപടി പറഞ്ഞു. ഇങ്ങനെ അന്ന് മുഴുവനും കവിതയ്ക്ക് നിരവധി പുരുഷന്മാരിൽ നിന്നും കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. അവരെല്ലാം കവിത സഹോദരനാണ്, ചേട്ടനാണ്, മാമനാണ്, ചിറ്റപ്പനാണ്, ഇങ്ങനെ വ്യത്യസ്ത ബന്ധങ്ങൾ പറഞ്ഞ് മറുപടി നൽകി. ഇത് കറുപ്പുസ്വാമിക്ക് സംശയവും വെറുപ്പും ഉളവാക്കി. കാരണം അവൾ സംസാരിക്കുന്ന ശൈലിയും വിഷയങ്ങളും അതൊക്കെ വീട്ടിലെ ബന്ധങ്ങളോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നില്ല. പരിചയക്കാരോടുള്ള അത്യപചാരമായ രീതിയിലാണ്
അവൾ സംസാരിക്കുന്നത് എന്ന് കറുപ്പുസ്വാമി ശ്രദ്ധിച്ചു. ഇത് അവന്റെ ദേഷ്യം വർദ്ധിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ ക്ഷമ നഷ്ടപ്പെട്ട കറുപ്പുസ്വാമി കവിതയോട് നേരിട്ട് ചോദിച്ചു. ഇത് വീട്ടിൽ തർക്കമുണ്ടായി. വാക്കേറ്റം വലിയ സംഘർഷമായി മാറി. ദേഷ്യം തലയിൽ കയറിയ കറുപ്പുസ്വാമി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം എടുത്ത് കവിത അടിക്കാൻ തുടങ്ങി. തല, കൈ, കാൽ എല്ലായിടത്തും. അവൾക്ക് പലയിടത്തും മുറിവുകൾ ഉണ്ടായി. രക്തം വാർന്നൊഴുകിയ കവിത വീട്ടിൽ നിന്നും എങ്ങനെയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൾ വാതിലിനടുത്തേക്ക് പോകുമ്പോൾ ദേഷ്യം അടക്കാനാകാത്ത കറുപ്പുസ്വാമി അവളെ വലിച്ചിഴച്ച് താഴെയിട്ടു. അവളുടെ കഴുത്ത് ശക്തിയായി ഞെരിച്ചുകൊണ്ടേയിരുന്നു. അല്പസമയത്തിൽ തന്നെ ശ്വാസം കിട്ടാതെ കവിത മരിച്ചു. എന്നാൽ പതിയെ ദേഷ്യം മാറിയപ്പോഴാണ് താൻ ചെയ്തതിന്റെ ഭീകരത കറുപ്പുസ്വാമിക്ക് മനസ്സിലായത്. അവൻ ഭയപ്പെടാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ കവിതയുടെ മൃതദേഹം അവൻ വീടിനുള്ളിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. കത്തിച്ചതിന് ശേഷം അവളുടെ ശരീരം ഭാഗികമായി കത്തിയ അവസ്ഥയിൽ അവശേഷിച്ചു. തുടർന്ന് പോലീസിൽ പിടികൂടാതിരിക്കാനായി അതേ രാത്രിയിൽ തന്നെ കറുപ്പുസ്വാമി തിരുപ്പൂരിലേക്ക് ഒളിച്ചോടി. ഇതേസമയം ആദ്യം നടന്ന അന്വേഷണത്തിൽ കവിതയുടെ മുൻ ഭർത്താവായ എഡ്വിൻ, അയാൾ ഒരു പക്ഷെ കവിതയോടുള്ള ദേഷ്യം കാരണം കൊല ചെയ്തിട്ടുണ്ടാകുമോ എന്ന സംശയം പോലീസിന് ഉയർന്നു വന്നു. പക്ഷേ കൂടുതൽ അന്വേഷണത്തിൽ എഡ്വിനും ഈ കൊലപാതകത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. കറുപ്പുസ്വാമിയോടുള്ള ചോദ്യം ചെയ്യലിൽ അവൻ തന്നെ കൊലപാതകം സമ്മതിച്ചു. പക്ഷെ കോടതിയിലേക്ക് പോയപ്പോൾ താൻ കൊന്നിട്ടില്ല, തനിക്കും ഈ കൊലപാതകത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് അവൻ മൊഴി മാറ്റി പറഞ്ഞു. ഇതും നമ്മൾ പല കേസുകളിൽ കണ്ടിട്ടുള്ളതാണ്. പോലീസിനോട് ഒരു മൊഴിയായിരിക്കും പറയുക, എന്നാൽ കോടതിയിൽ വന്ന ആ മൊഴി നേരെ മാറ്റി പറയും. ഈ കേസ് കോടതിയിലെത്തിയ ചില ആഴ്ചകൾക്കകം ഇന്ത്യയിൽ കോവിഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഇതോടെ എല്ലാ കേസുകളും താൽക്കാലികമായി മാറ്റിവെക്കപ്പെട്ടു. പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഈ കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം കറുപ്പുസ്വാമി ചെയ്തതാണെന്ന് പോലീസ് കണ്ടെത്തിയെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ കേസ് കൂടുതൽ വാദപ്രതിവാദങ്ങളൊന്നും ഇല്ലാതെ കറുപ്പുസ്വാമിക്ക് ആയുഷ്കാല തടവ് ലഭിക്കാനാണ് സാധ്യത ഏറെ. ആരോടാണ് ജീവിക്കേണ്ടത്, ആരെയാണ് ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കേണ്ടത്, ഇതൊക്കെ തീർച്ചയായും ഒരു വ്യക്തിയുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും തന്നെയാണ്. പക്ഷേ വിവാഹം, ഭർത്താവ്, ഭാര്യ, മക്കൾ എന്നീ ബന്ധങ്ങളോട് വലിയ സംസ്കാരപരമായ വില നൽകുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ ബന്ധം ഏത് അടിസ്ഥാനത്തിലാണെന്നതും അതിനനുസരിച്ചുള്ള പരസ്പര മാന്യതയോടും നീതിയോടും കൂടി ജീവിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ഈ കവിതയെ പോലുള്ള സ്വഭാവമുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള സ്ത്രീകളെ ജീവിത പങ്കാളിയായി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഗൗരവമായി തന്നെ ചിന്തിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഈ ബന്ധങ്ങൾ വിശ്വാസത്തിലും ഉത്തരവാദിത്വത്തിലും മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വിശ്വാസമില്ലാത്ത ബന്ധം അവസാനം എല്ലാവരുടെ ജീവനും നശിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, തുടക്കത്തിൽ ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു നിമിഷത്തിൽ തന്നെ ജീവിതം നശിപ്പിക്കും. ഒരു സെക്കൻഡിലെ ആവേശം ജീവിതകാലത്തെ തടവിലാക്കുകയും മറ്റുള്ളവരുടെ ജീവൻ എടുക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സമാധാനത്തോടുകൂടി നേരിടണം. ഹിംസ ഒരു പരിഹാരമേ അല്ല. നാലാമത്തെ കാര്യം, ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പര ബഹുമാനം, സത്യസന്ധത, നിബന്ധനകൾ ഇവയൊക്കെ അനിവാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, അസൂയയും ഉടമസ്ഥാബോധവും, അതായത് പോസസീവ്നെസ്, ഇതൊക്കെ ഒരു വ്യക്തിയെ കുറ്റവാളിയാക്കി മാറ്റിയേക്കാം. ആറാമത്തെ കാര്യം, സ്വഭാവം. അതിൽ സ്ഥിരതയെ ഇല്ലാത്ത ആളുകളോട്, ഈ കവിതയെപ്പോലുള്ള ആളുകളോട് ബന്ധം സ്ഥാപിക്കുന്നത് അപകടകരമാണ്. ഭാവിയിൽ അത് വേദനയും കലഹവും ഒക്കെ സൃഷ്ടിക്കും. ഏഴാമത്തെ കാര്യം, പലരോടും അസാധുവായ ബന്ധങ്ങൾ പുലർത്തുന്നത് അവസാനം സ്വന്തം സുരക്ഷയ്ക്കും ജീവനും തന്നെ ഭീഷണിയായി മാറും. എട്ടാമത്തെ കാര്യം, നിയമം അതൊരിക്കലും തെറ്റിനെ ക്ഷമിക്കില്ല. പരസ്യമായി എത്ര തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും കുറ്റത്തിന് ശിക്ഷ ഉറപ്പാണ്. മൊത്തത്തിൽ മനുഷ്യബന്ധങ്ങളെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക. വിശ്വാസം, ബഹുമാനം, സത്യസന്ധത ഇവയില്ലെങ്കിൽ ആ ബന്ധം തുടരേണ്ടതേ ഇല്ല. പക്ഷേ അതിനുവേണ്ടി ആരുടെയും ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച്, പുറത്തു വരാതെ കിടക്കുന്ന കുറേയേറെ കേസുകളെക്കുറിച്ചൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ എനിക്കൊരുപാട് മോട്ടിവേഷൻ ആകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.